ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കണം. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ വെറ്റിനറി മെഡിസിൻ ഇൻ യൂറോപ്പ്. എന്തുകൊണ്ട് ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ടത്തെ പോലെ അല്ല, ഇപ്പോൾ ഒരുപാട് സ്റ്റുഡൻസ് വെറ്റിനറി പഠിക്കാൻ വേണ്ടി ഇൻട്രസ്റ്റഡ് ആയിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ബട്ട് ദേ ആർ ഗെറ്റിംഗ് ചീറ്റഡ്. എങ്ങനെയാണ് എന്നല്ലേ, അതാണ് നമ്മൾ ഈ വീഡിയോയിൽ മൊത്തത്തിൽ സംസാരിക്കാൻ പോകുന്നത് വിത്ത് മൈ എക്സ്പീരിയൻസ്. കാരണം ഞാനും അതിനൊരു വിക്റ്റിമായിരുന്നു. എന്നെയും നല്ല രീതിയിൽ തട്ടി തന്നിരുന്നു അന്ന് യുക്രൈനിലേക്ക് കൊണ്ടുപോയിട്ട്. കാരണം ഞാൻ പോകുന്ന സമയത്ത് ഞാൻ അവെയർ ആയിരുന്നില്ല, അവിടെ പഠിച്ചിറങ്ങിയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളില്ല എന്നുള്ളൊരു സംഭവം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടേക്ക് പോകുമ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്കും കിട്ടുന്ന ആ ഒരു ഹൈപ്പ് ഉണ്ടല്ലോ, സെയിം തന്നെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും പോകുന്നു, പഠിച്ചിറങ്ങിയാൽ സെറ്റാണ് എന്നൊരു ഹൈപ്പിൽ വരുന്നു. പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ഒരു ഗുണമില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം പഠിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഗ്യാപ്പിൽ ഒരു യുദ്ധം വന്നതുകൊണ്ട് മാത്രം മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ. ആ യുദ്ധം വന്ന് തിരിച്ച് നാട്ടിൽ വന്ന് നല്ലൊരു ഗവേഷണ രീതികളിൽ ചിന്തിച്ചപ്പോഴാണ് പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ പെടാൻ സാധ്യതയുണ്ടെന്നും അതേപോലെ അവിടെ തന്നെ നിന്നാൽ മുങ്ങിപ്പോകാൻ ജീവിതമേ ഇല്ലാണ്ടാകും, ഗോപിയാകും എന്നുള്ളൊരു ചോദ്യം പോലെ വന്നപ്പോഴാണ് നമ്മൾ അടുത്ത ഓപ്ഷൻസ് ചിന്തിച്ച് അവസാനം ഇങ്ങ് പോളണ്ടിൽ എത്തിയത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അത് മൊത്തത്തിൽ എങ്ങനെയൊക്കെ പറഞ്ഞു തീർക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. നമുക്ക് ഫ്രം ദി ബിഗിനിങ്, ഒരു സ്റ്റുഡൻറ് എന്ന രീതിയിൽ നിങ്ങൾ +2 ഇരിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് വെറ്റിനറിക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് ഒരു ഏജൻസി അപ്രോച്ച് ചെയ്യുന്നു. അവിടെ തൊട്ട് നമുക്ക് അന്ന് സംസാരിച്ച് തുടങ്ങാം. ഫസ്റ്റത്തെ കേസ്, നിങ്ങൾ ഫേസ്ബുക്ക് എടുത്ത് നിങ്ങൾക്ക് വെറ്റിനറിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെറ്റിനറി മെഡിസിൻ ഇൻ യൂറോപ്പ് എവിടെയെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഒറ്റ തവണ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരാൻ പോകുന്ന അഡ്വർടൈസ്മെൻറ്റുകൾ ഫേസ്ബുക്കിലാവട്ടെ, ഇൻസ്റ്റയിലാവട്ടെ, യൂട്യൂബിലില്ല, ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വരാൻ പോകുന്ന 98% അഡ്വർടൈസ്മെൻറ്റും അത് പ്രൊമോട്ട് ചെയ്യുന്ന ഏജൻസിക്കാരുടെ ആയിരിക്കും. ഒരു 1 ലക്ഷം മതി നിങ്ങൾക്ക് വെറ്റിനറി മെഡിസിൻ പഠിക്കാൻ, 2 ലക്ഷം മതി നിങ്ങൾക്ക് വെറ്റിനറി മെഡിസിൻ പഠിക്കാൻ എന്നൊക്കെ പറയും. ദൈവം തമ്പുരാനെ ഓർത്തിട്ട് ഈ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റികളൊക്കെ ഏതെങ്കിലും പട്ടിക്കാട്ടിലായിരിക്കും. അവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയും ജോലി ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് എ റിയാലിറ്റി. ഞാൻ അതിൽപ്പെട്ടൊരു വ്യക്തിയാണ്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞ കഥയുണ്ടല്ലോ തൊട്ട് മുന്നേ, അതിൽപ്പെടുന്ന ഒരിതാണ് ഇത്. നിങ്ങൾക്ക് ബേസിക് ആയിട്ട് നല്ല യൂണിവേഴ്സിറ്റി പഠിക്കാൻ കഴിയുന്ന കാശാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ചെറിയ യൂണിവേഴ്സിറ്റി പഠിച്ചു കഴിഞ്ഞാൽ പുറത്തേക്കൊന്ന് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റും. പക്ഷേ MBBSൽ എടുക്കുന്ന അത്രയും സ്റ്റുഡൻസോ അത്രയും വലിയൊരു ശൃംഖലയായിട്ട് വെറ്റിനറി എത്തിയിട്ടില്ല. നിങ്ങൾ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളൊരു ലബോറട്ടറി അനിമൽ ആയിരിക്കും. നിങ്ങൾ തന്നെ തോണ്ടി മാർഗങ്ങളൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അതേപോലെ അക്രഡിറ്റേഷൻ്റെ കേസ്, അതേപോലെ അവിടുത്തെ ECTS പോയിന്റിൻ്റെ കേസ്, അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. യൂറോപ്പിൽ പഠിച്ചാൽ അത് യൂറോപ്യൻ യൂണിയനിൽ പഠിച്ച പോലെ ആവില്ല. മിക്ക ഏജൻസിക്കാർ അഡ്വർടൈസ് ചെയ്യുന്നതും ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് വെറ്റിനറി മെഡിസിൻ യൂറോപ്പിൽ പഠിക്കാൻ, യൂറോപ്പിൻ്റെ എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാം. ഇറ്റ്സ് എ ബുൾഷിറ്റ് സംഭവം. ബുൾഷിറ്റാണ്, നടപടിയാവില്ല. ഇപ്പോൾ ഞാൻ യുക്രൈനിൽ പഠിച്ച് എനിക്ക് പോളണ്ടിൽ വന്ന് ജോലി ചെയ്യണമെന്ന് വെച്ചാൽ പറ്റത്തില്ല. അതേപോലെ തന്നെ പക്ഷേ എനിക്ക് പോളണ്ടിൽ പഠിച്ച് ഇനി യൂറോപ്യൻ യൂണിയനിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം. ഇപ്പം അതേപോലെ തന്നെ യുക്രൈനിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വേറെ അതേപോലെ കുറേ കച്ചറ രാജ്യങ്ങളുണ്ട് ഈ വെറ്റിനറി ഓഫർ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് പല ഏജൻസിക്കാരും അഡ്വർടൈസ് ചെയ്യുന്ന യൂറോപ്പിലുള്ള രാജ്യം, പക്ഷേ യൂറോപ്യൻ യൂണിയനിൽ ഇല്ലാത്ത രാജ്യം, ഫീസ് 1 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, 2 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞ് അഡ്വർടൈസ് ചെയ്യണം പല കോളേജുകളുണ്ട്. പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ തെക്കുവടക്ക് നടക്കാം എന്നല്ലാതെ ആ നാട്ടിലും ജോലി ചെയ്യാൻ പറ്റില്ല, യൂറോപ്യൻ യൂണിയനിലും ജോലി ചെയ്യാൻ പറ്റില്ല, നാട്ടിലും ജോലി ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ 6 വർഷം, അതായത് 18 വയസ്സ് കഴിഞ്ഞ് ഒരു 6 എന്ന് പറയുമ്പോൾ 24 വയസ്സ് വരെ നിങ്ങളവിടെ ഇൻവെസ്റ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു പണിയില്ലാന്ന് പറയുമ്പോൾ ഒരു പ്രത്യേകതരം മൂഞ്ചസ്റ്റയാണ്. നിങ്ങളത് ആലോചിക്കുക. പിന്നെ കോളേജ് നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ആ ഒരു കോളേജിന് എന്തൊരു അക്രഡിറ്റേഷൻ, ECFEG അക്രഡിറ്റേഷൻ ഉണ്ടോ നോക്കുക. പിന്നെ യൂറോപ്യൻ യൂണിയനിലുള്ള മിക്ക നല്ല യൂണിവേഴ്സിറ്റിയും EAEV അക്രഡിറ്റേഷൻ ഉണ്ട്. യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള ഒരു യൂണിവേഴ്സിറ്റിക്കും എൻ്റെ അറിവിൽ EAEV അക്രഡിറ്റേഷൻ ഇല്ല. ഈ ഒരു അക്രഡിറ്റേഷൻ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് യൂറോപ്യൻ യൂണിയനകത്തുള്ള ഏത് രാജ്യത്തായാലും ജോലി ചെയ്യാൻ പറ്റുള്ളൂ. പല ഏജൻസിക്കാർക്കും ഇതിൻ്റെ ഒരു ABCD അറിയാൻ പാടില്ല. ഞാൻ എൻ്റെ ഒരു തുറയ്ക്ക് പുറത്ത് ഞാൻ എൻ്റെ വേറൊരു നമ്പറുണ്ട്. അപ്പോൾ അതിനകത്ത് ഈ കുറേ വെറ്റിനറിയുടെ അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ 3-4 ഏജൻസിക്കാരെ വിളിച്ച് സംസാരിച്ചിരുന്നു. അതായത് ഒരു സ്റ്റുഡൻ്റാണ്, +2 കഴിഞ്ഞിട്ടാണ്, വെറ്റിനറിക്ക് വേണ്ടി നോക്കുകയാണെന്ന രീതിയിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അവർക്ക് ഈ EAV അക്രഡിറ്റേഷൻ എന്താണെന്നോ അവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ എന്താണോ അവർക്ക് കിട്ടാൻ പോകുന്ന സർട്ടിഫിക്കറ്റ് എന്നോ സത്യം പറയാലോ ഒരു മലരെ അവർക്ക് അറിയാൻ പാടില്ല. അവരുടെ അടുത്ത് ആരോ എന്തോ അവർക്ക് സ്പൂൺ ഫീഡ് ചെയ്ത് കൊടുത്തേക്കണം, അവരത് വെള്ളം തൊടാതെ വിശ്വസിക്കുന്നു. അത് അങ്ങനെയാണ് നമ്മളോട് ശ്രദ്ധിക്കുന്നു. നിങ്ങളൊരു റിസർച്ചും ചെയ്യാതെ ഒരു യൂണിവേഴ്സിറ്റി ഒരു ഏജൻസി പറയാനായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവസാനം നിങ്ങളുടെ കാര്യം ഗോപി ആവാനുള്ള സാധ്യത നല്ല രീതിയിൽ ഇപ്പോൾ ഉണ്ട് വെറ്റിനറിക്ക്. കാരണം യുദ്ധത്തിന് ശേഷം, യുക്രൈൻ-റഷ്യ യുദ്ധത്തിന് ശേഷം പെട്ടെന്ന് പലയിടത്തും വെറ്റിനറി കോഴ്സ് പൊന്തി വന്നിട്ടുണ്ട്. അത് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഇന്ത്യയിലും വന്നിട്ടുണ്ട്, അതല്ലാതെ പല രാജ്യങ്ങളിലും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ളവരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് EAEVE അക്രഡിറ്റേഷൻ ഉണ്ടോ എന്ന് നോക്കാം. അത് വെറുതെ ഗൂഗിൾ അടിച്ചു നോക്കിയാൽ കിട്ടുന്ന സാധനമാണ്. ഒരു ഏജൻസി ഉണ്ടെന്ന് പറയുന്ന പോലെ അല്ല ഗൂഗിളിൽ ആ ലിസ്റ്റിലുള്ളത്. ഏജൻസിക്ക് ഉണ്ടെന്നും പറയില്ല എന്നും പറയാം. അവർക്ക്
വായിക്കൊന്ന് പാട്ട് കോതയ്ക്ക് പാട്ട് ആ ഒരു സ്കീമാണ്. ഞാൻ സംസാരിച്ച 3 ഏജൻസിക്കാരും കച്ചറ യൂണിവേഴ്സിറ്റികളെ കുറിച്ചാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. അവരുടെ ഇതുവരെ ഒരു പാസ് ഔട്ട് ഇല്ല, അതൊരു പ്രോപ്പർ വെറ്റിനറി യൂണിവേഴ്സിറ്റി ആണെന്ന് വെച്ചാൽ അതല്ല. പേരിനൊരു വെറ്റിനറി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അത് പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാം അവിടെ എന്താവുന്നു. ഇതേവരായിട്ട് പാസ് ഔട്ട് പോലും ഇല്ലാത്ത യൂണിവേഴ്സിറ്റിക്കൊക്കെയാണ് സ്റ്റുഡൻസ് കയറി പോണത്. പക്ഷെ ഇതിനകത്ത് ഏറ്റവും ഒരു വിഷമമാണ് ആ കേസ് എന്ന് പറയുന്നത്, സ്റ്റുഡൻസ് കയറി പോകുന്നുണ്ട്. ഞാൻ കയറി പോകുന്ന ഒരു സ്റ്റുഡൻറ്റിൻ്റെ നമ്പർ ഇപ്പോൾ ഇൻസ്റ്റ ഉള്ളതിൻ്റെ പേരിലേക്ക് മെസ്സേജ് ചോദിച്ചപ്പോൾ ആ കൊച്ചു എന്നെയാണ് പഠിപ്പിക്കണത്. അതായത് അവിടെ അക്രഡിറ്റേഷൻ ഉണ്ട്, ഇതുണ്ട്, അതുണ്ട്. ഞാൻ ചോദിച്ചു ഇതിന് പ്രൂഫുണ്ടോ? പ്രൂഫില്ല, ഏജൻസി പറഞ്ഞു. പിന്നെ ചോദിച്ചു നീ അന്വേഷിച്ചാ? അവൻ അന്വേഷിച്ചിട്ടില്ല. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാശാണ്, നിങ്ങളുടെ ഭാവിയാണ്. നിങ്ങളൊരു യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുമ്പോൾ ബേസിക് ആയിട്ട് അവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജോലി കിട്ടോ എന്ന് നോക്കാം. അല്ലെങ്കിൽ പഠിച്ചിറങ്ങിയാൽ പ്രത്യേകിച്ച് ഗുണമോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അതേപോലെ തന്നെ നമ്മുടെ നാട്ടിൽ പഠിക്കുമ്പോഴും ഇന്ത്യയിൽ പഠിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് VC അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നുകൂടി നോക്കാം. ഇതൊന്നും അറിയാതെ നിങ്ങൾ വെറ്റിനറി പഠിക്കാതിരിക്കുക എന്നേ ഞാൻ പറയുള്ളൂ. കാരണം 6 വർഷം ഇൻവെസ്റ്റ് ചെയ്യണം. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ യുക്രൈനിൽ 3 വർഷം ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഞാൻ ഒന്ന് ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയിട്ട് പെടാപ്പാട് പെട്ടതാണ്. അത്രയും നരകിച്ചിട്ടാണ് അവസാനം ഞാൻ പോളണ്ടിൽ എത്തിപ്പെട്ടെ. അപ്പോഴും എൻ്റെ 2 വർഷം പോയി കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു ഗതി പരഗതി ഇല്ലാത്ത കോളേജിലൊക്കെ പോയി പഠിച്ചിറങ്ങി പഠിക്കാൻ കയറി കഴിഞ്ഞ് ഇപ്പം എങ്ങാനും അവിടെ ഒരു യുദ്ധം വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് നാട്ടിൽ പോയി ഇരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും പിന്നെയും അവിടെ നിന്ന് ഏതെങ്കിലും കച്ചറ യൂണിവേഴ്സിറ്റിക്ക് പോകുക എന്നേ ഉള്ളൂ. അപ്പോൾ പരമാവധി ഇത്തിരി ഭേദപ്പെട്ട കോളേജിൽ പഠിക്കുക. ഇത്തിരി ഭേദപ്പെട്ട കോളേജിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് തെറ്റില്ലാണ്ട് ഫീസ് അവർ ചാർജ് ചെയ്യും. ഇപ്പം എൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു അറൗണ്ട് ഒരു 9-10 റേഞ്ച് ഇവിടെ എന്തായാലും പൊട്ടും. യൂറോപ്യൻ യൂണിയനിലുള്ള ഏത് രാജ്യം എടുത്താലും ഏറ്റവും കുറഞ്ഞതൊരു 9-10, പിന്നെ അങ്ങോട്ട് മേലേക്ക് പോകുള്ളൂ, അത്രയും പൊട്ടും. അതിന് താഴെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയ്ക്കൊന്നും കിട്ടില്ല. വിദ്യാഭ്യാസം പണ്ടേ കച്ചവടമായ ഒരു സാധനമാണ്. അപ്പോൾ പഠിക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നല്ലതിൽ പഠിക്കുക. കാരണം ഇത്രയും വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ബാക്കി കോഴ്സുകൾ പോലെ 1 വർഷമോ 2 വർഷമോ 3 വർഷമല്ല, അതിൻ്റെ ഇരട്ടി ആണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഈ അക്രഡിറ്റേഷൻ്റെ കാര്യം മനസ്സിലായാലും യൂറോപ്യൻ യൂണിയനിലുള്ള ഏതെങ്കിലും രാജ്യത്ത് എവിടെയെങ്കിലും നിങ്ങൾക്ക് ജോലി ചെയ്യണമെങ്കിൽ ഈ പറയുന്ന അക്രഡിറ്റേഷൻ വേണം. അതേപോലെ തന്നെ ഇപ്പോൾ പുറത്തുള്ളവർക്കും ഇവിടെ യൂറോപ്യൻ യൂണിയനിൽ വന്ന് ജോലി ചെയ്യാം, പക്ഷെ അത്രയും കടമകൾ കടക്കണം. ഇപ്പം ഇവിടേക്ക് ലാംഗ്വേജ് ടെസ്റ്റ്, അതേപോലെ EAEV അക്രഡിറ്റേഷൻ്റെ ടെസ്റ്റ്, പിന്നെ ECHVGയുടെ ടെസ്റ്റ് പരീക്ഷകളെ കുറിച്ച് ഞാൻ യൂറോപ്പിന് പുറത്തുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുള്ളവരുടെ അധികം ഞാൻ നോക്കിയിട്ടില്ല. അത് കുറേ പരീക്ഷകൾ എഴുതാനുണ്ട്. അതേപോലെ അത് പോസിബിൾ ആണോ എന്നുള്ളത് 100% ഉറപ്പൊന്നുമില്ല. ഈ ലിസ്റ്റുകളിലൊക്കെ ഉണ്ടാവണം, ഈ കോളേജ് അറ്റ്ലീസ്റ്റ് മെൻഷൻ ചെയ്തെങ്കിലും ഇട്ടിട്ടുണ്ടാവണം. പിന്നെ പരീക്ഷകൾ നല്ല പാടായിരിക്കും, പാസിംഗ് പെർസെൻറ്റേജ് ഭയങ്കര കുറവാണ്. ഇപ്പം നിങ്ങൾ ഇന്ത്യക്ക് പുറത്ത് വെറ്റിനറി പഠിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് യൂറോപ്യൻ യൂണിയനിലുള്ള ഏതെങ്കിലും കോളേജിൽ പഠിക്കുക. അതേപോലെ തന്നെ അറ്റ്ലീസ്റ്റ് ആ ഒരു കോളേജിന് ഒരു EAEV അക്രഡിറ്റേഷൻ ഉണ്ടോ എന്നും കൂടി കൺഫേം ചെയ്യാതെ ഏജൻസിക്കാർ പറയുന്നതല്ല, നിങ്ങൾ നോക്കി ഉറപ്പിക്കുക. പരമാവധി യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ആ കോളേജിന് പാസ് ഔട്ട് ഉണ്ടോ, ആ കോളേജിലെ സ്റ്റുഡൻസ് പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് അവരുടെ അവസ്ഥ എന്താണ്, ഇതൊക്കെ തപ്പിക്കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ കിട്ടും. യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് ജസ്റ്റ് ഇപ്പോൾ ഗൂഗിളിലായാലും അടിച്ചു നോക്കിയാലും അല്ലെങ്കിൽ ഇപ്പോൾ എവിടെയാണ് ഇൻസ്റ്റയിലായാലും അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിന് എന്തെങ്കിലുമൊക്കെ കിട്ടും. അത് വെച്ച് തപ്പിപ്പിടിച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ കിട്ടും. ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഏതെങ്കിലും ഏജൻസിക്കാർ പറഞ്ഞാൽ കച്ചറ യൂണിവേഴ്സിറ്റി പോവുക. പിന്നെ അറിയാലോ, ഞാൻ തൊട്ടുമുന്ന് പറഞ്ഞ അതേപോലെയൊക്കെ തന്നെയോ എനിക്ക് വന്ന ഗതിയോ. ഞാൻ ആ ഒരു യുദ്ധം വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ യുക്രൈനിൽ തന്നെ നിന്നാണ്. ആ യുദ്ധം വന്നുകൊണ്ട് മാത്രമാണ്, പറയുന്നത് ചെറ്റത്തരാണെങ്കിലും ആ യുദ്ധം വന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഔട്ട് ഓഫ് ദ ബോക്സ് ചിന്തിച്ചത്. കാരണം എൻ്റെ കൂടെ ഉണ്ടായ എല്ലാവർക്കും യുക്രൈനിൽ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ അങ്ങോട്ട് പുഷ്പിക്കാം എന്നൊരു മനോഭാവമായിരുന്നു. അത് മാറി കിട്ടിയത് ആ യുദ്ധം വന്നു കഴിഞ്ഞാൽ ഒരു ഗതിയും കിട്ടില്ല എന്ന് മനസ്സിലായപ്പോഴാണ്. ഒരു വൃത്തികെട്ട റിയാലിറ്റിയാണ്. കാരണം MBBSന് പിന്നെയും ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അവരും ട്രാൻസ്ഫർ ചെയ്ത് ഇതേപോലെ തന്നെ ഒരാൾക്കും യൂറോപ്യൻ യൂണിയനിലേക്ക് കിട്ടിയിട്ടില്ല. ആകെ ഹംഗറി വഴി പോയ കുറച്ച് സ്റ്റുഡൻസിനാണ് ആ ഒരു പോസിബിലിറ്റി കിട്ടും. ബാക്കി എല്ലാവർക്കും യൂറോപ്യൻ യൂണിയന് പുറത്തുള്ള രാജ്യങ്ങൾ, ഇപ്പം യുക്രൈൻ പോലെ തന്നെ ഉള്ള രാജ്യം, ഈ രാജ്യങ്ങളെടുത്ത് പറയാതെ അതൊരു പ്രശ്നമുണ്ടാകുന്ന വെച്ചാൽ അങ്ങനെ രാജ്യങ്ങളിലേക്ക് കിട്ടിയിട്ടുള്ളൂ. MBBSൻ്റെ വീഡിയോസ് നമുക്ക് ഇതേപോലെ ഞാൻ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സംസാരിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ വെറ്റിനറിയുടെ കേസിൽ ഇതാണ് റിയാലിറ്റി. നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട്, നല്ല വെടിപ്പായിട്ട് പറ്റിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ സ്റ്റുഡൻസ് കച്ചറ യൂണിവേഴ്സിറ്റി പോയി പഠിക്കുന്നുണ്ട്. ആ പോകുന്ന ബാച്ചിലുള്ള പകുതിയിലും കൂടുതൽ സ്റ്റുഡൻസിന് ഒരു തേങ്ങയുടെ മൂടും ഈ വെറ്റിനറിനെ കുറിച്ച് അറിയാൻ പാടില്ല. അവർക്കൊക്കെ ഏജൻസി കൊടുക്കുന്ന ഒരു ഫോർമുല ഉണ്ടല്ലോ, യൂറോപ്പ് പഠിക്കുന്നു, യൂറോപ്പിൽ ജോലി ചെയ്യുന്നു, ലക്ഷങ്ങൾ വരുന്നു. എനിക്കുണ്ടായിരുന്ന അതേ സംഭവം തന്നെയാണ് ഉള്ളത്. അങ്ങനെയല്ല, ബേസിക് ആയിട്ട് EAEV അക്രഡിറ്റേഷൻ വേണം നിങ്ങൾക്ക് യൂറോപ്പിൽ ജോലി ചെയ്യാൻ, അത് മനസ്സിലാക്കാം. പിന്നെ ബേസിക് അല്ലല്ലോ, പിന്നെ യൂറോപ്പിൽ എവിടെയായാലും ഒരു 8 ലക്ഷം പ്ലസ് ഫീസ് ഏത് യൂണിവേഴ്സിറ്റിയിലും ചാർജ് ചെയ്യും. അത് ചെറ്റത്തരാണെങ്കിലും അത്രയും ചാർജ് ചെയ്യും. അതാണ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് അവർ വെച്ചേക്കുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുക. എന്നിട്ട് വെറ്റിനറിക്ക് യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുക. ഈ ഏജൻസിക്കാർ വെള്ളം തൊടാതെ പറയുന്നത് വിശ്വസിക്കാതിരിക്കാൻ. നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ സമയമാണ്. കാശിൻ്റെ കേസ് ഓർത്തിട്ടാണ് നിങ്ങൾ ഈ കച്ചറ യൂണിവേഴ്സിറ്റി പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ, എൻ്റെ അടുത്ത് പണ്ടൊരാൾ പറഞ്ഞിട്ടുണ്ട്,
പണ്ട് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ബേസിക്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ വീട്ടുകാരും പറഞ്ഞേക്കുന്നതാണ് കാശ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാം, പിന്നെ ആയാലും കാശുകൾ വന്നോളൂ, പക്ഷെ സമയം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ സമയം കളയാതെ, അതായത് ഈ പേട്ടി യൂണിവേഴ്സിറ്റി കൊണ്ട് കളയാതെ ഏതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റി പഠിച്ച് വെറ്റിനറി ഇറങ്ങിക്കഴിഞ്ഞാൽ പഠിച്ചിറങ്ങുമ്പോൾ ജോലി ഉണ്ടാകും, അല്ലെങ്കിൽ തെക്കുവടക്ക് നടക്കേണ്ടി വരും. പറയുന്നതിൽ വിഷമമുണ്ട്, ബട്ട് ദറ്റ്സ് എ റിയാലിറ്റി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായാൽ നിങ്ങൾക്ക് കൊള്ളാം, മനസ്സിലായില്ലെങ്കിലും നിങ്ങൾക്ക് കൊള്ളാം. കാരണം നിങ്ങളെ തന്നെയാണ് എഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ഏത് ഡിസിഷൻ ആയാലും. പിന്നെ ഈ ഒരു കണ്ടന്റ് ഇത് ഞാൻ പറയണ്ടെന്ന് വിചാരിച്ചിരുന്ന കേസാണ്, പക്ഷെ ഇതിൻ്റെ പിന്നിൽ ഉടായ്പും കാര്യങ്ങളൊക്കെ വളരെ വലുതാണ്. ഞാൻ സംസാരിച്ച് നോക്കുമ്പോൾ പകുതി സ്റ്റുഡൻസ് ഒരു റിസർച്ചും ചെയ്യാതെയാണ് ഓരോ കോളേജ് ചൂസ് ചെയ്യണത്. അങ്ങനത്തെ പരിപാടികളൊക്കെ എനിക്ക് ഒരാളോടോ രണ്ടാളോടോ പറയാം, പക്ഷെ കയറിപ്പോകുമ്പോൾ അവരുടെയൊക്കെ പോയി. പിന്നെ ആ കയറിപ്പോകുന്നവരും ആ ഒരു കുഴിയിൽ നിന്നിട്ട് പലരും അങ്ങോട്ട് വിളിക്കുകയാണ്, പുതിയ സ്റ്റുഡൻസിനെ വാ 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 എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇവിടെ സൂപ്പറാണ്, അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ട്. ദൈവത്തെ ഓർത്ത് ചിന്തിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് മാറാൻ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ മാറാം. പല യൂണിവേഴ്സിറ്റീസ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ എനിക്ക് വീഡിയോയിൽ പറയാനുള്ളൂ. വെറ്റിനറി മെഡിസിൻ യൂറോപ്പ് എന്ന് പറയുന്നത് അത്രയും അടിപൊളി പരിപാടിയല്ല. യൂറോപ്പിൽ തന്നെ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്നൊരു സെറ്റപ്പും കൂടി ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കുക, എന്നിട്ട് നിങ്ങൾ കയറി പോവുക. അതിപ്പോൾ ഏത് കോഴ്സിനായാലും ശരി, ഇപ്പോൾ MBBSൻ്റെ കേസിനായാലും ശരി, വേറെ ഏത് കോഴ്സിനായാലും ശരി, യൂറോപ്യൻ യൂണിയന് പുറത്താണ് നിങ്ങൾ പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അങ്ങ് യൂറോപ്യൻ യൂണിയനിലേക്ക് കയറണമെങ്കിൽ അതിൻ്റേതായ നല്ല രീതിയിലുള്ള കടമ്പകളുണ്ട്. ആ കടമ്പകളിലൊക്കെ പാസിംഗ് പെർസെൻറ്റേജും കുറവാണ്. സോ അത്രേ ഉള്ളൂ. അപ്പോൾ ശരി, ബൈ ബൈ.